പ്രിയപ്പെട്ട കുട്ടികളെ, എച്ച് മാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ സമവാക്യ ജോഡികൾ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ഒരു 2 പ്രോബ്ലവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ ഇൻവെസ്റ്റഡ് 10,000 rupees split into 2 schemes at an annual rate of interest 8% and 9%. After 1 year, he got 875 rupees as interest from both the schemes. How much did he invest in each scheme? ഇപ്പോൾ ഒരാൾ 10,000 രൂപ 2 സ്കീമുകളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ഒരു വർഷത്തേന്. ഒന്നാമത്തെ സ്കീം എന്ന് പറഞ്ഞാൽ 8% ഇൻട്രസ്റ്റും രണ്ടാമത്തെ സ്കീം എന്ന് പറഞ്ഞാൽ 9% ഇൻട്രസ്റ്റ്. 10,000 rupees 2 സ്കീമിലും കൂടി ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് 2 സ്കീമിൽ നിന്നും കൂടി ടോട്ടൽ 875 rupees ഇൻട്രസ്റ്റ് കിട്ടി എങ്കിൽ ഓരോ സ്കീമിലും എത്ര രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ രണ്ട് ബാങ്കാണ്. മണി ഇൻവെസ്റ്റഡ് ഇൻ ദി ഫസ്റ്റ് സ്കീം ഈസ് X rupees ആൻഡ് മണി ഇൻവെസ്റ്റഡ് ഇൻ ദി സെക്കൻഡ് സ്കീം ഈസ്, അപ്പോൾ എത്ര വരണം? ടോട്ടല് 10,000 rupees ആണ്. ഒറ്റ വേരിയബിൾ എടുത്ത് നമുക്ക് ഇവിടെ ചെയ്യാം. ടോട്ടല് 10,000 rupees ആണ്. ഒരു സ്കീമിൽ X rupees ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ മറ്റേ സ്കീമിൽ ബാക്കിയുള്ളതേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ എത്രയാ? X rupees ഇവിടെ എടുത്തു കഴിഞ്ഞു. ബാക്കി 10,000 മൈനസ് X rupees. 2 സ്കീമിലും കൂടി ആയിട്ട് 10,000 രൂപയാണ്. ഒരെണ്ണത്തിൽ X ഡെപ്പോസിറ്റ് ചെയ്താൽ അടുത്ത സ്കീമിൽ 10,000 മൈനസ് X rupees ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രം ദി ഫസ്റ്റ് സ്കീം എത്രയായിരിക്കും? ഇൻട്രസ്റ്റ് ഫ്രം ഫസ്റ്റ് സ്കീം എത്രയായിരിക്കണം? ഇൻട്രസ്റ്റ് എത്ര പെർസെന്റ് ആണ്? ഫസ്റ്റ് സ്കീമിൽ 8% ആണ്. അപ്പോൾ 8% ഓഫ് X ആണ്. 8% ഓഫ് X, that is 8X by 100. 8/100 into X. 8/100 into X, that is 8X by 100. That is the interest from the first scheme. Interest from the second scheme ആവുമ്പോഴോ 9% ആണ്. ഏതിൻ്റെ? അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് 10,000 മൈനസ് X rupees ആണ്. അപ്പോൾ 9% ഓഫ് 10,000 മൈനസ് X. അത് നമുക്ക് ഇങ്ങനെ എഴുതാം: 9/100 into 10,000 മൈനസ് X. ഒന്നാമത്തെ സ്കീമിൽ X rupees ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്. ഇൻട്രസ്റ്റ് 8% ആണ് ഒരു വർഷത്തേന്. അപ്പോൾ X/8%, അതാണ് 8X/100. X into 8/100. രണ്ടാമത്തെ സ്കീമിൽ 10,000 മൈനസ് X rupees ആണ്. 9% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു വർഷത്തേന് 9% ഓഫ് 10,000 മൈനസ് X rupees ആയിരിക്കും കിട്ടുക. അപ്പോൾ 9/100 into 10,000 മൈനസ് X ഈസ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സെക്കൻഡ് സ്കീം. ഈ 2 ഇൻട്രസ്റ്റും കൂടി ടോട്ടൽ ഇറ്റ് ഈസ് ഗിവൺ 875 rupees. ആകെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 875 rupees ആണ്. സോ വി ഗെറ്റ് ദി ഇക്വേഷൻ 8X/100, that is interest from the first scheme, plus interest from the second scheme is 9/100 into 10,000 minus X. ഈ 2 ഇൻട്രസ്റ്റും കൂടി ചേർന്നാൽ 875 rupees ആണ് തന്നിട്ടുണ്ട്. ബിക്കോസ് ഹി ഗോട്ട് ഇൻട്രസ്റ്റ് ഫ്രം ബോത്ത് ദി സ്കീംസ് ഇൻ 1 year ഈസ് 875 rupees. 2 സ്കീമിൽ നിന്നും കൂടി 875 rupees ആണ് ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആൻസർ 80X സെയിം ഡിനോമിനേറ്റർ 100 പ്ലസ് 9 into 10,000 മൈനസ് X ഹോൾ ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 875 എന്ന് കിട്ടും. കാരണം സെയിം ഡിനോമിനേറ്റർ ആണ്, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നത് നന്നായിരിക്കും. അപ്പോൾ വി ഗെറ്റ് an equation in X. ഇത് തരത്തിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 അപ്പറേറ്റ് കൊണ്ടുപോകാം. അപ്പോൾ 80X പ്ലസ് ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 9 into 10,000 90,000 മൈനസ് 9 into X 9X ഈക്വൽ ടു 875
ഡിവൈഡഡ് ബൈ 100 നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയാൽ ഇൻറ്റു 100 വരും. ഇൻറ്റു 100. അപ്പോൾ എത്ര വന്നു? 8x മൈനസ് 9x, സ്മോളർ മൈനസ് ഗ്രേറ്റർ ആയതുകൊണ്ട് നെഗറ്റീവ് എക്സ് പ്ലസ് 90,000 ഈക്വൽ ടു 87,500. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 2 0 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി? നെഗറ്റീവ് എക്സ് ഈസ് ഈക്വൽ ടു 87,500 adding 90,000 അപ്പുറത്ത് പോയാൽ സബ്ട്രാക്ടിങ് 90,000. അപ്പോൾ മൈനസ് എക്സ് ഈക്വൽ ടു ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 90,000 ചെയ്യുന്ന 87,500 2,500 കിട്ടും അല്ലേ? അപ്പോൾ സ്മോളർ മൈനസ് ഗ്രേറ്റർ ആയതുകൊണ്ട് നെഗറ്റീവ് തന്നെ വരും. അപ്പോൾ നെഗറ്റീവ് എക്സ് ഈക്വൽ ടു 2,500. 87,500 2,500 കൂടി കൂട്ടുമ്പോഴാണ് 90,000 വരിക. അപ്പോൾ 90,000 നിന്ന് 87,500 കുറച്ചാൽ 2,500. അപ്പോൾ 87,500 മൈനസ് 90,000 ആകുമ്പോൾ നെഗറ്റീവ് 2,500 അങ്ങനെയാണ് വരിക. അപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. എക്സ് ഇസ് ഈക്വൽ ടു, രണ്ട് വശത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ക്യാൻസൽ ചെയ്യുക. എക്സ് ഈക്വൽ ടു 2,500. So 2,500 rupees is the value of X. That means he invested 2,500 rupees in the first scheme. So investment in the first scheme, investment in the first scheme is equal to 2,500 and investment in the second scheme is equal to 10,000 minus x ആണ്. 10,000 minus x എന്ന് പറഞ്ഞാൽ 10,000 minus 2,500 because x is 2,500. എക്സിന്റെ വാല്യൂ 2,500 ആണ്. അപ്പോൾ 10,000 minus x ആണ് രണ്ടാമത്തെ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ 10,000 minus 2,500 that is 7,500. അപ്പോൾ രണ്ടാമത്തെ സ്കീമിൽ 7,500 രൂപ, അതായത് 9% പലിശയ്ക്ക് 7,500 രൂപയും 8% പലിശയ്ക്ക് 2,500 രൂപയും ഡെപ്പോസിറ്റ് ചെയ്തു. രണ്ട് സ്കീമിൽ നിന്നും കൂടി ആൾക്ക് 875 രൂപ ഒരു വർഷം ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ ചെയ്ത കാര്യം ഇത്രയാണ്. ഒന്നാമത്തെ സ്കീമിൽ എക്സ് റുപ്പീസ് എടുത്തു. അപ്പോൾ രണ്ടാമത്തെ സ്കീമിൽ 10,000 മൈനസ് എക്സ് ആണ്, കാരണം മൊത്തം 10,000 റുപ്പീസാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേൽ 8% ഇൻട്രസ്റ്റ് ആണ് ഒരു വർഷത്തിന് കിട്ടുക. അപ്പോൾ എക്സിൻ്റെ 8% ആണ് 8x/100. രണ്ടാമത്തേൽ 9% ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 മൈനസ് എക്സ് ആയിരുന്നു. അപ്പോൾ 9/100 ഇൻറ്റു 10,000 മൈനസ് എക്സ്. അപ്പോൾ 8x/100ഉം 9 ഇൻറ്റു 10,000 മൈനസ് x/100ഉം ആഡ് ചെയ്താൽ 875. അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് എക്സ് കണ്ടുപിടിച്ചു. എക്സ് കണ്ടുപിടിച്ചിട്ട് 10,000 മൈനസ് എക്സും കണ്ടുപിടിച്ചു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഈച്ച് സ്കീം ഈസ് 2,500 റുപ്പീസ് ആൻഡ് 7,500 റുപ്പീസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പേജ് നമ്പർ 36 നാലാമത്തെ ചോദ്യം. ഇപ്പോൾ 36 മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തത്. പേജ് നമ്പർ 36 നാലാമത്തെ ചോദ്യം നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. എ 3.5 ലോങ് റോഡ് ഈസ് കട്ട് ഇൻ 2 പീസസ്. 3.5 മീറ്റർ നീളമുള്ള ഒരു റോഡ് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് വൺ ഈസ് ബെൻഡ് ടു ഫോം എ സ്ക്വയർ ആൻഡ് ദി അതർ ഈസ് ബെൻഡ് ടു ഫോം എ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരെണ്ണം ഒരു സ്ക്വയറായിട്ടും ഒരെണ്ണം ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്തു. അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ദി സൈഡ്സ് ഓഫ് ഈച്ച് മസ്റ്റ് ബി സെയിം. അതായത് സ്ക്വയറിൻ്റെ വൺ സൈഡ് തന്നെ ആയിരിക്കണം ട്രയാങ്കിളിൻ്റെയും വൺ സൈഡ്. എങ്കിൽ ഹൗ ഷുഡ് ഇറ്റ് ബി കട്ട്? ആ രണ്ട് പീസും കട്ട് ചെയ്ത് എങ്ങനെയാണ്? ഹൗ ഷുഡ് ഇറ്റ് വുഡ് ബി കട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു റോഡ് അതിൻ്റെ നീളം 3.5 മീറ്റർ ആണ്, 3.5 മീറ്റർ ആണ്. 3.5 മീറ്റർ റോഡ് രണ്ടായിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണം വളച്ച് സ്ക്വയർ ആക്കുന്നു, അടുത്തത് വളച്ച് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കുന്നു. ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി, ഇതൊരു സ്ക്വയർ ആക്കി. കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടിൻ്റെയും വൺ സൈഡ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് ഞാൻ എക്സ് എന്ന് എടുത്താൽ ഇതിൻ്റെ വൺ സൈഡ് എത്രയായിരിക്കണം? ഈ എക്സ് തന്നെ ആയിരിക്കണം. ബിക്കോസ് ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് മസ്റ്റ് ബി സെയിം, ഇറ്റ് ഈസ് ഗിവൺ. സോ വൺ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് എക്സ്, ദെൻ വൺ സൈഡ് ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഓൾസോ എക്സ്. അപ്പോൾ
ഈ പീസ് വളച്ചാണ് ഈ സ്ക്വയർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ഓഫ് സ്ക്വയർ എക്സ് ഇൻറ്റു അല്ലേ, എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, അതായത് 4x. പെരിമീറ്റർ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളോ? പെരിമീറ്റർ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ത് വരും? 3 സൈഡ്സ് ഉള്ള 3 സൈഡ്സ് ഉള്ള, അപ്പോൾ പെരിമീറ്റർ 3x. അപ്പോൾ ഇത് 4x, ഇത് 3x. അപ്പോൾ ഈ ലെങ്ത് 4x ആയിരിക്കും, ഈ ലെങ്ത് 3x ആയിരിക്കും. കാരണം ഇത് വളച്ചാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കിയത്, ഇത് വളച്ചാണ് സ്ക്വയർ ആക്കി. സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് അപ്പോൾ ഈ ലെങ്ത് വരിക, ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ് ഈ ലെങ്ത് വരിക. സ്ക്വയറിന്റെ വൺ സൈഡ് എക്സ് ആയ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ വൺ സൈഡ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ. സോ വി ഹാവ് ടോട്ടൽ ലെങ്ത്, അതായത് 4x plus 3x is given 3.5 meter. Total length of the rod is 3.5 meter. That means perimeter of this square plus perimeter of this equilateral triangle is 3.5. So we got 7x is equal to 3.5. So x equal to 3.5 by 7. നമുക്കറിയാം അല്ലേ, 1/2 മീറ്റർ. 3.5 എന്ന് പറഞ്ഞാൽ 7.5 ആണല്ലോ. അപ്പോൾ 3.5 by 7 is 1/2. അല്ലെങ്കിൽ 3.5 7 ഭാഗിച്ച് കഴിച്ചാൽ 1/2 മീറ്റർ വീതം വരും. 7 1/2 കൂടുമ്പോഴാണ് 3.5. അപ്പോൾ 1/2 മീറ്റർ വീതമുള്ള 7 പീസ് ചേർന്ന 7 പീസാണുള്ളത്. അതിൽ 4 പീസ് ചേർന്നാൽ ഇതായി, 3 പീസ് ചേർന്നാൽ ഇതായി. അപ്പോൾ ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ് എന്ന് പറയുന്നത് 4x ആണ്. 4 into half, that is 1/2 മീറ്റർ ആണ് എക്സ്. 4 into half 2 മീറ്റർ. 4.5 കൂടുമ്പോൾ 2 മീറ്റർ ആവും. അതുപോലെ സെക്കൻഡ് പീസ് ആണെങ്കിലോ ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ് ഇസ് ഈക്വൽ ടു 3x ആണ്, 3x. അപ്പോൾ 3 into half, that is 1.5 meter. So the rod is to be cut into 2 pieces in such a way that one piece has 2 meter length and the second piece has 1.5 meter. അപ്പോൾ 2 മീറ്ററും 1.5 മീറ്ററും നീളമുള്ള 2 കഷ്ണങ്ങളാക്കി ഇതിനെ മാറ്റിയാൽ മതി, തന്നിരിക്കുന്ന റോഡിനെ മാറ്റിയാൽ മതി. അപ്പോൾ ഈ രൂപത്തിൽ ഇത് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.